റിസപ്ഷൻ മേക്കപ്പ് ലുക്കിൻ്റെ പാർട്ട് 2 ആണ്. നമുക്കപ്പോൾ ഇനി നോക്കേണ്ടത്, നമുക്ക് ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ഇടാൻ, നമുക്ക് ബ്ലഷ് ഇടണം. ഞാൻ സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് അത് നിർത്തിയത്. നമുക്ക് ബ്ലഷ് ഇടാം. അപ്പോൾ ബ്ലഷിന് ഞാൻ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഷോപ്സിൻ്റെ ടിൽറ്റൂന്ന് നമ്മുടെ ഡീപ്പ് പിങ്ക് ആണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബ്ലഷായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഉരച്ച് കൊടുക്കുന്നത്. ഗൈസ് തല കണ്ടില്ലേ? യെസ്, പക്ഷെ മുഖം കണ്ടില്ല അല്ലേ? അതിൻ്റെ മുടി അപ്പം ഷോർട്ട് ഹെയർ ആണെന്ന് മനസ്സിലായില്ലേ? ഈ സാധനത്തിനൊന്നും പിടിച്ച അസിസ്റ്റൻ്റായിട്ട് ആരും വെക്കരുത്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് തന്നെ ബ്ലഷ് ഇടണം. നമ്മളാണ് അവിടെ താരം അല്ലേ? യെസ്, നമ്മൾ തന്നെ. ഗൈസ്, എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഒരു കുരു വരുന്നു ഗൈസ്. അത് വലുതാവുന്നതിന് മുന്നേ കല്യാണം കഴിഞ്ഞാൽ മതി. ഐ മീൻ നാളെയും കൂടി അതൊന്ന് അങ്ങനെ തന്നെ നിൽക്കണമെന്നൊരാഗ്രഹം. അസിസ്റ്റൻറ്റ് ഡോണ്ട് മേക്ക് നോയ്സ്. ഗൈസ്, എൻ്റെ അസിസ്റ്റൻറ്റിന് ഒരു അനുസരണയില്ല ഗൈസ്. ഇതിനെ ഒഴിവാക്കണം അത്രയും പെട്ടെന്ന്. എൻ്റെ ശമ്പളം ഒന്നും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ കൂടെ നിർത്തിയത്. എന്തൊക്കെയോ കാണിക്കുന്ന ഗൈസ്, ഇങ്ങോട്ട് വാ. വരുന്നില്ല, ഞാൻ പിടിച്ച് കൊണ്ടുവരും. ഇനി ഞാൻ പണ്ടൊരു ബാഡ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കാണ്, എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ യൂസിനൊക്കെ ഓക്കെയാണ്, ബട്ട് ഡെയിലി വെയർ ഇത് പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഇതൊന്നും ഒരു 2, 3, 4 ഇതിലും അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അസിസ്റ്റൻറ്റ്, അപ്പോൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു, ഇത്ര മതി. ഇനി ഓവറാവരുത്. നമുക്ക് കുറച്ചും കൂടി സ്ട്രോബ് ക്രീം ഇട്ട് കൊടുക്കണം ബ്ലഷിൻ്റെ മുകളിൽ കൂടി ഒന്ന് ബ്ലഷാൻ. ഇത് പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസർ പ്ലസ് എന്താണ് ഹൈലൈറ്ററാണ്. ഇവിടേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നത് ഹൈലൈറ്റ് ആവട്ടെ. എൻ്റെ ഡ്രസ്സ് ഇപ്പം ഞാൻ ഇട്ടിരിക്കണതാണ്. അപ്പം ഇത് ഞാൻ അവസാനം എൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുത്ത് കാണിപ്പിച്ചു തരാം ഗൈസ്. അസിസ്റ്റൻറ്റിനെ നിങ്ങൾ കമൻറ്റിലിട്ടാൽ ഞാൻ അസിസ്റ്റൻറ്റിനെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ ഊള അസിസ്റ്റൻറ്റിനെ കാണണമെന്ന് കേട്ടോ. ഗൈസ്, ഈ ഹെയർ ബാൻഡ് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. എൻ്റെ അസിസ്റ്റൻ്റാണ് ഗൈസ് എനിക്ക് മാലട്ടത്. നിങ്ങൾ ആ നല്ല മനസ്സും കൂടി കാണാതെ പോയത്. ഓക്കെ, നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? യെസ്, ഐ മേക്കപ്പ്. അപ്പോൾ ഐ മേക്കപ്പിനായിട്ട് ഫസ്റ്റ് നമ്മൾ സകൃതികരായ നാട്ടുകാരെ ആരംഭിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മളൊരു ലൈറ്റസ്റ്റ് ഫൗണ്ടേഷൻ എടുക്കണം. പാലറ്റ് ഇപ്പോൾ താഴെ പോയേനെ. അപ്പോൾ നമ്മളെ ഷെയ്ഡിന് ഒട്ടും പറ്റാത്തൊരു ഇത് വെള്ളയല്ല, ഒരു സ്കിൻ കളറാണ്. അതാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഗൈസ്, അപ്പം നമ്മളത് ഐസ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ആ ലൈറ്റ് കളർ എന്തെന്ന് ഞാൻ പറഞ്ഞു, ലൈറ്റ് കളർ എന്നിട്ട് കിളി പോയി ഗൈസ്, ലൈറ്റ് കളർ കോമ്പാക്റ്റ് ഇട്ടത്. എന്നിട്ട് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഈ കുപ്പായത്തിന് മാച്ചാവുന്ന നല്ലൊരു വൈബ്രൻറ്റ് പിങ്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുന്നേയായിട്ട് നമ്മളൊരു ഗ്ലേസിങ് ഉള്ള ബ്രൗണും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കാണുന്നൊന്നുമില്ല ഗൈസ്, ഇത് ബ്രൈഡ് ബീൻ്റെ കണ്ണടയായിരുന്നു. അപ്പം ഇനി അടുത്ത ബ്രൈഡ് ഞാനാന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിമാർ എനിക്ക് തന്നതാണ് ഗൈസ്. പെൺകുട്ടി ഇനി ഞാനേ ഉള്ളൂ ഗൈസ് കല്യാണം കഴിക്കാൻ. എന്തായാലും അതുകൊണ്ട് പരമ്പരാഗത വസ്തുവാണ് ഇത്, കൈമാറി വരുന്നതാണ് ഗൈസ്. ഇപ്പം എൻ്റെ അസിസ്റ്റൻറ്റിന് പരാതി ഗൈസ്, ഉള്ള വീഡിയോയിൽ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. എന്താ ചെയ്യിപ്പിക്കാൻ? ഞാൻ വേർക്കുന്നു. വീഡിയോയിലോ എന്ന് വരും ഗൈസ്. അപ്പോൾ ഈ ഒരു നല്ല വൈബ്രൻറ്റ് പിങ്ക് കളറിലുള്ള ഐസാണ് കേട്ടോ ചെയ്തത്. നമ്മളൊന്ന് ഒരു
ഡിഫറെൻറ്റ് ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിങ്കിലോട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടി ഈ പിങ്കിൽ നമ്മൾ റെഡ് കളർ കൊടുക്കണം. റെഡ് ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഐലൈനർ ഇല്ലാത്തത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞായിട്ട് ഗൈസ് അപ്പോൾ കുഞ്ഞായിട്ട് കൊളായോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എനിക്ക് മായ്ക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബ്ലാക്ക് ഐലൈനർ വെച്ച് അതിൻ്റെ മോൾ കൂടി ഒന്ന് എഴുതി നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഐലാഷ് എക്സ്റ്റൻഷൻ വെച്ചാലോ? എനിക്കിപ്പോൾ ദിഗംബരൻ കണക്കൊക്കെയാണ് തോന്നുന്നത്. ഇനി ഫുൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. ഗൈസ് നമ്മൾ 2 കണ്ണിലും ലാഷസ് ഒട്ടിച്ചു. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് മസ്കാരയും കൂടി ഇട്ട് സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐസൊക്കെ സെറ്റ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എൻ്റെ ഐ ലുക്ക്. ഇങ്ങനെ എല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഓക്കെ അല്ലേ? യാ ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഒത്തിരി ഒന്ന് ഇട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. യാ പക്ഷേ വിങ്ങൊക്കെ എങ്ങനെ വന്നതാ? അപ്പോഴേക്ക് ഇവൻ ഇളകിയിരുന്നു. എന്തൊരു തേഞ്ഞ ജീവിതമോ എന്തോ. ഞാൻ എൻ്റെ ബ്രഷ് വെച്ചിങ്ങനെ അമർത്തി പിടിക്കാം കേട്ടോ. ഒരു സീക്രട്ട് പറയട്ടെ ഗൈസ്, ഞാൻ ഫേസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് കല്യാണത്തിന് മുന്നേ. അതായത് ഈ സമയമാകുമ്പോൾ, അതായത് ഇന്നലെയോ മിനിയാന്നോ ആണ്. ഞാൻ വാങ്ങിച്ചു ഗ്ലൂവിൻ്റെ പ്രശ്നമാണോ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. കുഴപ്പമില്ല, ഒക്കെ സെറ്റാണ്. ഗൈസ് അങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുത്തു. അപ്പം ഇതെന്താ ഇവിടെ ഒട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇപ്പം സെറ്റായില്ലേ? ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. ലിപ്സ്റ്റിക്കിൻ്റെ കടമ്പ ഈസ് സോ വലിയ കടമ്പ. സോ നമ്മൾ ആദ്യം ഒരു ന്യൂഡ് കളർ എടുത്തിട്ട് മോച്ച ബ്രൗൺ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ മൈഗ്ലാമിൻ്റെ ഈ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി, ഇതിൻ്റെ പെട്ടി കളക്കുന്നതോടെ. ഓക്കെ, അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷെ എനിക്ക് എന്തോ ഒരു അപാകത ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ സ്നേഹം എനിക്ക് വയ്യ. ഓക്കെ, എന്നൊട്ടിക്കില്ല, എന്നെ കണ്ടോട്ടു ഗൈസ്. എൻ്റെ അസിസ്റ്റൻറ്റിനെ എന്നെ കൊല്ലണം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ മേക്കപ്പിൻ്റെ ഔട്ട്ലുക്കാണ് ഗൈസ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാണ് കേട്ടോ ചെയ്ത്.
അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് ഞാൻ പറയുന്നില്ല. ലാസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് സ്ട്രോക്ക് ക്രീമും കൂടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് ഇവിടെയും ഇനി ഇതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. എൻ്റെ കമ്മലും മാലയൊക്കെ നിങ്ങൾ കണ്ടോ ഗൈസ്? കമ്മൽ ഞാൻ ഓൾറെഡി നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. എല്ലാം അപ്ലൈ ചെയ്തപ്പോൾ ദിസ് ഇസ് മൈ ലാസ്റ്റ് ഔട്ട്ലുക്ക്. ഐസ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഈ ജസ്റ്റ് ഹെയർ ഒന്ന് അയൺ ചെയ്തിട്ടിട്ടാണ്. അയൺ ചെയ്ത മാതിരി തോന്നുന്നൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്കിനി എൻ്റെ ഫുൾ ഡ്രസ്സ് കാണണ്ടേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ എൻ്റെ മേക്കപ്പ്, എൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടമായി ഗൈസ്. അപ്പോൾ ഈ ഡ്രസ്സ് സ്റ്റുഡിയോന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയുന്നതാണ്. ബൈ ആൻഡ് സബ്സ്ക്രൈബ്.